സ്റ്റേഷനിലെ പല തന്തയ്ക്ക് പറഞ്ഞ ഒരു CI കാരണം ഒരു വീടിന്റെ അത്താണി നശിപ്പിച്ചവന്മാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്, എൻ്റെ ഉള്ളു നീറുന്നുണ്ട്. കാരണം എനിക്ക് 2 കുട്ടികളാണുള്ളത്. എനിക്ക് പേടിയാവാറുണ്ട്. എനിക്ക് പ്രായമാവും തോറും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇല്ല കുട്ടികളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടി എന്താവും, എൻ്റെ അവസ്ഥ, എൻ്റെ കുട്ടികളുടെ അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ വന്നവർക്ക് മാത്രമേ ആ ഒരു സാഹചര്യം മനസ്സിലാവൂ. നമസ്കാരം, ട്രൂ TVയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. പ്രിയമുള്ളവരെ, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം നിങ്ങളോട് വളരെ കാര്യമായി അറിയിക്കുന്നതിന് വേണ്ടി വന്നതാണ്. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ വളരെ ഉറക്കെയും വളരെ ശബ്ദത്തോടെയൊക്കെ പറഞ്ഞ് രോഷാകുലനായി ആണ് നിങ്ങളെന്നെ കണ്ടിട്ടുള്ളതെങ്കിലും ഇന്ന് ഈ വീഡിയോ ഞാൻ ചിത്രീകരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്, എൻ്റെ ഉള്ളു നീറുന്നുണ്ട്. കാരണം എനിക്ക് 2 കുട്ടികളാണുള്ളത്. എനിക്ക് പേടിയാവാറുണ്ട്. എനിക്ക് പ്രായമാവും തോറും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇല്ല കുട്ടികളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടി എന്താവും, എൻ്റെ അവസ്ഥ, എൻ്റെ കുട്ടികളുടെ അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ വന്നവർക്ക് മാത്രമേ ആ ഒരു സാഹചര്യം മനസ്സിലാവൂ. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം അറിഞ്ഞു കാണും, കിളിമാനൂർ സ്റ്റേഷനിലെ തന്തയില്ലാത്ത പല തന്തയ്ക്ക് പറഞ്ഞ ഒരു CI കാരണം ഒരു വീടിന്റെ അത്താണി നശിപ്പിച്ചവന്മാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ആ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കെതിരെ എല്ലാവരുടെയും പേരിൽ കേസെടുത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട പിണറായി വിജയന് ഇന്നലെ പരാതി കൊടുത്തതിന്റെ പേരിൽ ആ CIയെയും 4 പേരെയും ഇതേ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് കിളിമാനൂർ വിഷയം നടന്ന ആക്സിഡന്റിൽ നടന്ന് മരിച്ചുപോയ ദമ്പതികളുടെ വീട്ടിലാണ്. അതെ, രജിത്തും അംബികയും ഇപ്പോൾ ഉറങ്ങുന്നത് ഒരു കക്കൂസ് കുഴിയുടെ മുകളിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പാവപ്പെട്ടവര് നമ്മുടെ കൊച്ചു കേരളത്തില്, പിണറായി സർക്കാർ ഭരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 2 മരണപ്പെട്ടവർ ഉറങ്ങുന്നത് ഒരു കക്കൂസ് കുഴിയുടെ മുകളിലാണ്. നിങ്ങളിത് കാണണം, നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ നടക്കുന്ന ഈ അഴിമതിക്കെതിരെ ഇനിയും പാവപ്പെട്ടവനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. 100% ഉറപ്പാണ്. അതിപ്പോ കോൺഗ്രസ് വന്നാലും BJP വന്നാലും ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വന്നാലും. നിങ്ങൾ മനസ്സിലാക്കണം, കയ്യിൽ പണമില്ലെങ്കിൽ ഈ നാട്ടിൽ ഒന്നും നടക്കില്ല. ഇത് സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു കുറച്ച് സ്ഥലമാണ്, 3 സെന്റ് സ്ഥലമല്ലേ. 3 സെന്റ് സ്ഥലത്താണ് ഇവര് ഈ വീട് ചെറുതാക്കി ഉണ്ടാക്കി വെച്ച്. പുള്ളി പെയിന്റിങ് പണിക്ക് പോണ ഒരു തൊഴിലാളിയായിരുന്നു. പുള്ളിക്ക് 3 വയസ്സും 1.5 വയസ്സുമുള്ള 2 ആൺകുട്ടികളാണ് ഉള്ളത്. 1.5 വയസ്സും 5 വയസ്സുള്ള. അപ്പം ഇവിടെ വരുമ്പോൾ അറിയേണ്ടത്, ഈ ഇളയ കുട്ടി കയ്യിലെ വിരല് ഇങ്ങനെ ചപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. കാരണം അമ്മയുടെ മുലപ്പാൽ കുടിക്കേണ്ട സമയത്ത് അമ്മയെയും അച്ഛനെയും 2 കിരാതന്മാർ ഇടിച്ചിട്ടിട്ട്, താറെന്ന് പറയുന്ന വണ്ടി ഇടിച്ചിട്ടിട്ട് പോയിട്ട് ആ പ്രതികളെ നാട്ടുകാർ പിടിച്ച് ഒരു കള്ളക്കഴുവറിയായ പോലീസുകാരനെ സിക്ക് കൊടുത്തു. ആ നാറി മുകളിൽ നിന്നുള്ള വിളി വന്നപ്പോൾ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പണ്ടി വെച്ച ഈ നാറി അവരെ വെറുതെ വിട്ടു, ഒളിപ്പിച്ചു. എന്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം. എന്തൊരു നാണം കെട്ട അവസ്ഥയാണിത്. ഇത് ഇതാണ് കണ്ണൻ 3-4 ദിവസമായി ഭക്ഷണം കഴിക്കുന്നില്ല. സത്യം പറഞ്ഞാലേ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം എനിക്കിത്തെ വാക്കുകൾക്കൊന്നും ഒരു പഞ്ഞമുള്ള ഒരാളല്ല. എവിടെ ചെന്നാലും ഉറക്കെ സംസാരിക്കാന്നുള്ള വലിയ അഹങ്കാരമുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് മക്കളുടെ പേരിന് കാശിക്കൂട്ടൻ. ഇത് കാശിക്കൂട്ടൻ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്കും ഇല്ലേ ഇതുപോലെ പിള്ളേര്? ഇങ്ങനെയില്ലേ, ഇങ്ങനത്തെ കുട്ടികളില്ലേ? ആ CIയുടെ പേരിന് CI എന്ന് പറയുന്ന കള്ളപ്പൊലയാടിമാനും കാണും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, ഇത്രയും വലിയ ഒരു കോളനി പോലെയുള്ള സ്ഥലമാണ് സർക്കാർ. ഇങ്ങോട്ട് എത്താൻ പറ്റത്തില്ല. ആദ്യം പെങ്ങള് മരിച്ചു. അത് ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഈ പ്രതിയെ നമ്മൾ പിടിച്ചു കൊടുത്തതായിരുന്നു നാട്ടുകാരെല്ലാം കൂടെ. 3 പേരുണ്ടായിരുന്നു. 2 പേര് ഓടിപ്പോയി. ഒരാളെ നാട്ടുകാർ മദ്യപിച്ച് അബോധാവസ്ഥ ആയിരുന്നുകൊണ്ട് അവനെ പിടിച്ച് കൊടുത്തു. അത് ഈ ആക്സിഡന്റ് നടത്തുന്ന സ്ഥലത്ത് നിന്ന് 5-6-7 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ വണ്ടി ഉപേക്ഷിച്ച് അവിടെ രക്ഷപ്പെട്ട് പോയതിന് ശേഷമാണ് ആൾക്കാർ പിടിച്ചു കൊടുക്കുന്നത്. അതിനെ അന്ന് 12 മണിയൊക്കെ ഉണ്ടായപ്പോൾ അവനെ വിട്ടെന്നാണ് പറയുന്നത്. നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഓരോ ഡീറ്റെയിൽസ് നമുക്ക് ഇതുവരെയും അവരെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇവിടെ അന്ന് ഈ വണ്ടി ഇടിച്ചത് 1ാമത്തെ തെറ്റ്. 2ാമത്തെ തെറ്റെന്ന് ഞാൻ പറയുന്നത്, വണ്ടി ഇടിച്ചിട്ടും നാട്ടുകാർ ഇവനെ പിടിച്ചു കൊടുത്തിട്ടും ഈ CIയും കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ CIയും കൂട്ടുകാരും ചേർന്ന്
സബോർഡിനേറ്റും ചെന്ന് ഈ പ്രതിയെ രക്ഷപ്പെടുത്തിയ രണ്ടാമത്തെ കുറ്റം. വണ്ടി ഇടിക്കുന്ന ഒരു ആക്സിഡന്റ് ഒരു സാധാ ആക്സിഡന്റ് അല്ല. വാഹനം ഇടിച്ചിട്ട് അവർ രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. അളിയൻ ഫ്രണ്ടിൽ എണീച്ചിരിക്കുകയാണ്, എന്റെ പെങ്ങള് സൈഡിൽ കിടക്കുകയാണ്. യവന്മാര് ആ മദ്യലഹരിയിലാണെന്നോ എന്തിനാണെന്നോ അവർക്ക് വൈരാഗ്യം ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. പിന്നും ഫ്രണ്ടിലോട്ട് എടുക്കുകയാണ്. വണ്ടി സിനിമയെ കാണുന്നു റേസ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഈ ടയർ ഈ ബൈക്കുമായിട്ട് ജാമായിരിക്കുന്നോണ്ട് പോണില്ല. അങ്ങനെ അവർ തിരിച്ച് റിവേഴ്സ് ചെയ്ത് അപ്പൊ ആൾക്കാരോടൊന്ന് വണ്ടിയിട്ട് അടിച്ചു വിളിക്കുകയാണ്, വണ്ടി എടുക്കല്ലേ എന്നൊക്കെ. ഒരു മര്യാദ ഒരു മനസാക്ഷിയുടെ ഒരു ശകലം പോലും ഇല്ലാതെ അവന്മാരെ തിരിച്ച് റിവേഴ്സ് എടുത്ത് എൻ്റെ പെങ്ങളെ സൈഡിൽ കിടന്ന് എൻ്റെ പെങ്ങളെ അവിടെ നിന്ന് എണീക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആ വീഡിയോയിൽ നോക്കുമ്പോൾ കാണുന്നത്. നെഞ്ചകത്തൂടെ കയറ്റി ഇറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ബൈക്കുമായിട്ട് 100-400 കിലോമീറ്ററോളം പോയിട്ടാണ് വേറൊരു പോസ്റ്റിൽ ഇടിച്ച് ആ ബൈക്ക് അതിൻ്റെ അടിയിൽ നിന്ന് ഉരുപ്പോണത്. എന്നിട്ട് പ്രതികളെ തിരിച്ചറിഞ്ഞു. പ്രതികളുടെ ഫോട്ടോ വരെയുണ്ട്. പ്രതികളുടെ ഒരുത്തൻ്റെ ഫോട്ടോ ഈ നാട്ടുകാരെ പിടിച്ചത് കൊണ്ട് കിട്ടി. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ID കാർഡും കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള ആരാണെന്ന് നമുക്ക് ഒരു ഇതുമില്ല. പക്ഷെ ഇവർ പറയുന്നത് അതിൻ്റെ അകത്ത് ഇപ്പോൾ പോലീസ് സർക്കിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരാളെ ഉള്ളായിരുന്നു, അവൻ മറ്റവൻ കുറ്റം സംഭവിച്ചില്ല, അവൻ അതിൻ്റെ അകത്ത് ആരുമില്ലെന്നാണ് പറയുന്നതെന്നാണ് നമ്മളെ ചെല്ലുമ്പോൾ. നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മളവിടെ അന്വേഷിക്കുന്നത്. അടുത്ത ഏറ്റവും വലിയൊരു അനാസ്ഥ എന്ന് പറയുന്നത് പെങ്ങൾ മരിച്ചതിന് ശേഷം അളിയനെ ഹോസ്പിറ്റലിലാക്കുന്നു. എവിടെയാണ് ആക്കിയത്? മെഡിക്കൽ കോളേജിൽ അല്ല, പെങ്ങളെ അളിയനെയും കൂടെ ആദ്യം മെഡിക്കൽ കോളേജിലാണ്. അതിനുശേഷം പെങ്ങളന്ന് പോയി പറ്റൂലെന്ന് പറഞ്ഞു. 2 ദിവസം വെന്റിലേറ്ററിൽ ഇട്ടിരുന്നിട്ട് മരിക്കപ്പെട്ടു. അളിയനെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഡോക്ടർമാർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, ഈ ചതവുകളും മുറിവുകളെ ഉള്ളു, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അന്ന് തന്നെ ഇവിടെയാണ് ഞാൻ കൊണ്ടുവന്ന്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പെങ്ങൾ മരിച്ച്. പിന്നെ അളിയന് അന്ന് അളിയൻ വേറൊരു വീട്ടിലായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരാൻ എക്സ്റേ ഒക്കെ എടുത്തോ? അവിടെ എക്സ്റേ ഒന്നും ക്ലിയർ അല്ലായിരുന്നു. ഒരു ക്ലിയറും ഇല്ല. തന്ന ഗുളികയാണ് പാരാസെറ്റാമോൾ അല്ലേ? അത് രണ്ടാമത് ഗുളിക തന്നായിരുന്നു ആദ്യത്തെ. രണ്ടാമത് വേദന സഹിക്കാൻ പോയാൽ രണ്ടാമത് OP ചെല്ലുകയാണ്. OP ചെന്നപ്പോഴത്തേക്ക് അവര് മുറിവ് നോക്കിയിട്ട് പറഞ്ഞു വിടും. അപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അളിയൻ പറഞ്ഞ് ശ്വാസം മുട്ടും നെഞ്ചുവേദനയും ഭയങ്കരമായിട്ടുണ്ട്, ഈ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവരത് മൈൻഡ് ചെയ്തിട്ടില്ല. 3ാമത്തെ തവണയും കൊണ്ടു ചെന്നപ്പം അവർ ഇത്രയും പിന്നും പറയുന്നുണ്ട്. അടുത്ത ശനിയാഴ്ചയും കൊണ്ടു ചെന്നപ്പോൾ പറയുന്നുണ്ട് ഒട്ടും ശ്വാസം എടുക്കാൻ വയ്യ, ശ്വാസം മുട്ട് കൂടുതലായിട്ട്. ഒരു പാരസെറ്റമോളിന്റെ ഗുളിക പോലും കൊടുത്തിട്ടില്ല. കൊണ്ടുപോകാം. ആദ്യം 2-3 ഗുളിക തന്നു അല്ലേ? ആദ്യം ഒരു ഓയിൽമെന്റ് തന്നല്ലേ. പുള്ളിയുടെ ബ്രദറാണല്ലേ? പറഞ്ഞു. ഞാനാണ് കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിൽ. ആദ്യം ചെന്നപ്പം മരുന്നിന് മുറിവും ഡ്രസ് ചെയ്ത് റെഡിയാക്കി വിടുകയാണ് ചെയ്തത്. കുറെ ഗുളികൾ തന്ന് മുറിവുണങ്ങാനുള്ളായിരുന്നു. രണ്ടാമതും ഈ സ്റ്റിച്ച് ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ടാണ് വരുന്നത്. പിന്നെ കൊണ്ടുവരുന്നത് വേദന, നെഞ്ചുവേദന ഉണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞു നമ്മളെ ഒരാളെ മാത്രമേ അതിൻ്റെ അകത്ത് കയറ്റുള്ളൂ, മെഡിക്കൽ കോളേജിൻ്റെ അകത്ത്. അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ രോഗിയായ അനിയനോട് പറഞ്ഞു നീ വ്യക്തമായിട്ട് പറയണം എവിടെയാണ് വേദന. പുള്ളി സംസാരിക്കുന്നുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് ഇരിക്കുന്നു, പക്ഷെ വേദന ഉണ്ട്, നമ്മളറിയുന്നില്ല സാറേ. അങ്ങനെ ആ വേദന സഹിക്കാൻ വയ്യാതെയാണ് ആ നെഞ്ചുവേദന പറയുന്നത്. അപ്പൊ അവിടെ ഉള്ള രാജേഷ് KV ആണ് നമ്മളെ സർജറി ഡോക്ടർ രാജേഷ് KV. അയാള് അത് മൈൻഡ് ചെയ്യുന്നില്ല. അയാൾ ഈ വലിയ ചെറിയ മുറിവ് വലിച്ചു പറിച്ച് അത് വലുതാക്കി ഒരു കുളം കണക്കാക്കി ഒരു മരുന്ന് പോലും തരാതെ അത് വെച്ച് കെട്ടി വിടുകയാണ് ഉണ്ടായത്. നമ്മൾ അതിനുശേഷം നമുക്ക് തന്ന ഗുളിക ഗ്യാസിന്റെ എന്തിന്റെ ഗുളിക? പാരസെറ്റമോൾ ഗുളിയാണ് ആദ്യം തന്നത്. ആദ്യം വേദനയൊക്കെ ഉള്ള ഗുളിക എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളായിരുന്നു. ഇനി മുറിവിനുള്ള ഗുളിക മറ്റാണ്. നിങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം ഈ നെഞ്ചുവേദന അവിടെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് സാറേ നെഞ്ചുവേദന കാരണം ഇവിടെ ഒരു അടുത്ത് പ്രൈവറ്റില് അയാൾ ഡോക്ടറാണ്. അപ്പോൾ പറഞ്ഞ എക്സ്റേ ക്ലിയർ അല്ല, നിങ്ങൾ ഒരു എക്സ്റേ എടുത്തിട്ട് വേണമെന്ന് പറഞ്ഞു നെഞ്ചിന്റെ അടുത്ത്. അങ്ങനെ അത് എടുത്തുകൊണ്ട് ചെന്നപ്പോഴാണ് ഭാര്യയിൽ 3 പൊട്ടലും ഉണ്ട്. ഈ അടിഭാഗത്തായിട്ട് ഒരു കറുത്ത ഒരു മാർക്ക് കാണുന്നുണ്ട് എക്സ്റേയിൽ. അത് പക്ഷേ CT സ്കാൻ എടുത്താലേ നമുക്ക് അറിയാൻ പറ്റുകൊണ്ട് പെട്ടെന്ന് തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട് പോകണം, ഇന്ന് തന്നെ പോകണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സാധാരണക്കാർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ്, ബഹുമാനപ്പെട്ട വീണ ജോർജിനോടൊക്കെ ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. സാധാരണക്കാരില്ലേ, പാവപ്പെട്ടവർ, ഇവരെ പോലെയുള്ള സാധാരണക്കാരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ബഹുമാനപ്പെട്ട വീണ ജോർജിനോടാണ് ചോദിക്കാനുള്ളത്. ഞങ്ങൾ സാധാരണക്കാർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിലാണ്. അവിടെ ചെന്നപ്പോഴാണ് ഈ വാരിയലിൽ പൊട്ടി മരിച്ച, ഇല്ലെങ്കിൽ അന്ന് മരിക്കാറായി കിടക്കുന്ന, ഇന്ന് നമ്മളെ വിട്ടുപോയ ഈ മനുഷ്യന് കൊടുക്കുന്നത് ഗ്യാസിൻ്റെയും പാരാസെറ്റമോളിൻ്റെയും ഗുളിക. എന്തു കോണത്തിലെ നാടല്ലേ നമ്മുടെ അല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കാണുമ്പോൾ നമ്മളവർക്ക് നമുക്ക് ഏറ്റവും പൈസ കുറവാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ മെഡിക്കൽ മേഖലയെക്കുറിച്ച് വളരെ വാദോരാതെ സംസാരിക്കാറുണ്ട്. ഏറ്റവും നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ വിശ്വസിച്ച് പോകാൻ പറ്റിയ സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയത് 2 കുട്ടികളുടെ അച്ഛനെയും അമ്മയാണ്.
ഈ പറയുന്ന ഈ കിളിമാനൂർ സിഐക്കെതിരെ നേരത്തെ ഇതുപോലെയുള്ള കേസുകൾ ഇങ്ങനെ പണം കൊടുത്ത് പണം വാങ്ങിയിട്ട് പാവപ്പെട്ടവരെ പറ്റിച്ച് രക്ഷപ്പെട്ടു പോയ പല കേസുകളും ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അപ്പം എന്തൊക്കെയാലും എനിക്ക് പറയാനുള്ളത്, ഇവിടെ ചാനലിൻ്റെ തിരക്ക് കൊഴിഞ്ഞു, ആളുകളുടെ തിരക്കൊഴിഞ്ഞു. സാധാരണ നമ്മൾ വാർത്തകൾ കാണുന്നത് പോലെ തന്നെ ഈ തിരക്കുകൾ ഇനിയും ഒഴിയും. വീണ്ടും നാളെ നേരം വെളുക്കും. നാളെ ഇവരുടെ സഞ്ചയനമാണ്, ഈ വീട്ടിലെ സഞ്ചയനമാണ്. ഒരുമിച്ചാണ് സഞ്ചയനം നടത്തുന്നല്ലേ? അല്ല, വൈഫിൻ്റെ കഴിഞ്ഞു, ചേച്ചിയുടെ കഴിഞ്ഞു, ഇനി പുള്ളിയുടെ സഞ്ചയനമാണ് നാളെ ഉള്ളത്. സഞ്ചയനോട് കഴിഞ്ഞാൽ ഈ കുട്ടികളെ നോക്കാൻ ഇവരുടെ ഈ ബന്ധുക്കളും വീട്ടുകാരും മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു വാർത്ത പോലെ ഇതിങ്ങനെ പോകും. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതികളുടെ പോലീസുകാരില്ലേ, അവരെഴുതുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ സസ്പെൻഷൻ കഴിച്ച് വീണ്ടും അവർ തിരിച്ച് ജോലിയിൽ കയറും. അവസാനം ഈ കുട്ടികൾ വളരും. തന്തയും തള്ളയില്ലാത്തുള്ള കുട്ടികളിലുള്ള പേരും ഉണ്ടാവും. ഇവരെങ്ങനെ ഏത് അവസ്ഥയിലേക്ക് പോകുമെന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല. കാരണം എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇവരുടെ ഒരു കുടുംബത്തിന് താങ്ങായിട്ട് നിൽക്കണം. കാരണം ഒരു സർക്കാരും ഒരു സന്നദ്ധ സേവന സംഘടനകളും ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. തരും എന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവൊക്കെ ഇവിടെ വരുമെന്ന് പറഞ്ഞു, ആരെയും കണ്ടില്ല. വരുമായിരിക്കും. കാരണം ഇവിടെ ആളൊഴിഞ്ഞെന്നേ. ഇനി പാവപ്പെട്ടവരുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ ഉള്ളൂ. 2 ദിവസത്തേക്ക് അതൊരു വാർത്തയായിരിക്കും. ചാനലുകൾക്ക് ആഘോഷിക്കാനും പൊതുജന ചർച്ച നടത്താനും പറ്റിയ ഒരു ആഘോഷം മാത്രം. നമുക്കിപ്പോൾ അതിന് ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നീതി കിട്ടണം. നീതിയാണ് നമുക്ക് വേണ്ടത്. പണത്തിനെക്കാട്ടിയും വലുതാണല്ലോ 2 ജീവൻ പോയത്. ഇനി ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താവുമെന്നാണ്. ഈ സുഖമില്ലാത്ത അമ്മ ഞാനും കൊണ്ട് കുറേ ഞാൻ അങ്ങോട്ട് എത്തിക്കാതിരുന്ന അമ്മയാണല്ലേ? ആരുടെ അമ്മ? അംബികയുടെ അമ്മയാണ്. ഉറക്കെ പറഞ്ഞു അമ്മ. നല്ല സുഖമില്ലാത്തവളാണ് ഞാൻ. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ പോയാൽ എനിക്ക് ഭയങ്കര വിഷമം. എൻ്റെ 2 കുട്ടികളെ ഞാൻ എങ്ങനെ വളർത്തുമെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ആരും ഒരു സഹായത്തിന് ഇതുവരെ ആരും ഒരു സഹായം തന്നിട്ടുമില്ല. അതുകൊണ്ട് ഈ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും നീതി കിട്ടണമെന്നുള്ള പ്രതീക്ഷയാണ്. എനിക്ക് സുഖമില്ലാത്തവളാണ്. എൻ്റെ കാര്യം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പോവുകയാണ്. ഞാനും കൂടെ ഇല്ലാതെ വന്ന എൻ്റെ കുട്ടികളുടെ ജീവിതം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാറേ. അത്ര കഷ്ടപ്പെട്ട ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് ഞാൻ ഒരു തിട്ടവും ഇല്ലാതെ ഞാൻ ഇരിക്കുകയാണ്. ആര് സഹായിക്കാനുണ്ട്? ഒരുത്തരുമില്ല. നീതി കിട്ടുമോ? നീതി കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരുത്തരും ഇതുവരെ ഒന്നും തരാന്ന് പറയുന്നില്ല. ആരും മുന്നോട്ട് ആരും വരുന്നില്ല. ആ കണക്കിന് പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം. എൻ്റെ കൊച്ച് മരിച്ചു, 2 മക്കളും മരിച്ച്. എന്തെങ്കിലും ജീവിച്ചിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അതിനെയും കിട്ടിയില്ല എനിക്ക്. കൊച്ചുങ്ങൾക്ക് അച്ഛനായിട്ടെങ്കിലും ഇരിക്കുമെന്ന് ഞാൻ കണക്കാക്കി, അതും പോയി. ഞാനിനി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ഒരു രക്ഷയില്ലാതെ ജീവിക്കുകയാണ്. എൻ്റെ കുട്ടികളെ ഞാൻ എങ്ങനെ വളർത്തും? എനിക്ക് സുഖമില്ലാത്ത ഞാൻ ജോലി ചെയ്യാൻ പോലും എന്നെ കൊണ്ട് ഒക്കുന്നില്ല. ആ കണക്കിന് ഞാൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കുട്ടികളെ ഞാൻ എങ്ങനെ വളർത്തും എന്നുള്ളതാണ് ഞാൻ മുമ്പോട്ട് പോണത്. ആ കൊച്ചുങ്ങൾ സന്ധ്യയാകുമ്പോൾ കരയുന്ന കരച്ചിൽ കാണണം. ഒരു കൊച്ചു 2 ദിവസം ആഹാരം കഴിച്ചിട്ടില്ല. പാല് കുടിക്കുന്ന സമയം ഇത് മൂത്തത് 2 പാല് കുടിക്കുന്ന സമയമാണ്. പക്ഷെ പാല് കുടിയത് സ്വയമേ മാറ്റി വിരൽ ഉറക്കം തുടങ്ങി. അത് തന്നെ പാലുകൂടി മാറ്റിയതിനെ കൊണ്ട് ഒരു രക്ഷപ്പെട്ട് ഇങ്ങനെ പോകുന്നു. രാത്രി ആകുമ്പോൾ കരഞ്ഞ് പരക്കെ നോക്കം കൊടുത്തള്ളേനെ. അത് കാണുമ്പോൾ എൻ്റെ ഹൃദയം പൊടിഞ്ഞു വേണേ പൊന്നു സാറേ. എൻ്റെ കൊച്ചുങ്ങൾ യവന്മാരിങ്ങനെ ചെയ്യുന്നതിന് എന്തേലും കാര്യമൊന്നും അവർ വൈരാഗ്യം ചെയ്താണ് കാണാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് കാണിച്ചത്. വണ്ടി എടുത്തവർ പുറത്ത് ഇടിച്ച് കയറ്റി അല്ലേ അവന്മാർ കൊന്നത്. അല്ലെങ്കിൽ എൻ്റെ കൊച്ചു ചാവൂല. ഇടിച്ച് തള്ളി ഇട്ടിട്ടാരാ ആശുപത്രി കൊണ്ടുപോയി എൻ്റെ കൊച്ചു രക്ഷപ്പെട്ടു പോയതിനായിരുന്നു. എൻ്റെ വണ്ടിയിൽ പുറത്ത് കയറ്റിയിലാണ് എൻ്റെ കൊച്ചിന് സംഭവിച്ചത്. അതുകൊണ്ട് യവന്മാരെ പിടിക്കണം, വേണം അവരെ ജയിലിലാക്കണം. എനിക്ക് നീതി കിട്ടണം. എൻ്റെ കൊച്ചുങ്ങൾക്ക് നീതി കിട്ടണം. എൻ്റെ കൊച്ചുങ്ങളെ നോക്കാൻ എന്നെ കൊണ്ട് കഴിയാത്തൊരു രംഗമാണ് ഇപ്പം. എന്നെ കൊണ്ട് ജോലിക്ക് ഇറങ്ങി പോകാനും ജോലി ചെയ്ത് ജീവിക്കാനും പറ്റാത്ത സ്ഥിതിയാണ് ഞാൻ. ഈ പൊടിക്കുട്ടിയെ ഞാൻ എങ്ങനെ വളർത്തുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 1.5 വയസ്സായ കൊച്ചാണ്. തള്ളെ കാണാതെ നിൽക്കുന്നതല്ലേ എങ്ങനെ? എന്താ പിന്നെ ഒരു പരുവത്തിന് അതങ്ങ് പോവുകയാണ്. രാത്രി കിടന്ന് ഭയങ്കര കരച്ചിലാണ് പരക്കം നോക്കിക്കൊണ്ട്. പോലീസുകാർ പണക്കാർക്ക് മാത്രം സഹായിക്കരുത്, പാവങ്ങൾക്കും സഹായിക്കേണ്ട കടമയുണ്ടവരാണ് പോലീസുകാർ. ഇടിച്ചിട്ട് ഒരു ഫയർഫോഴ്സുകാരന് അവൻ രക്ഷിക്കുന്നവരല്ലേ മനുഷ്യന്. അയാൾ എന്തുകൊണ്ട് ഈ കൊച്ചുങ്ങളെ രക്ഷിക്കാതെ അവൻ പോയെന്നുള്ളതാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം. ഇന്ന് വണ്ടി കയറ്റി ഇതിനെ കൊല്ലേണ്ട കാര്യം ഇതിന് വൈരാഗ്യം ചെയ്തു. അതിൻ്റെ അടുത്ത് എന്തെങ്കിലും വൈരാഗ്യന്മാരുണ്ടായി ഏതാ നാട്ടിൽ കിടന്നവരല്ലേ ഇങ്ങനെ ചെയ്തിട്ട് പോയി. അത് ഇടിച്ച് വീണ ശേഷം എഴുന്നേക്കാൻ ഒരുങ്ങിയെന്നാണ് പറയുന്നത്. തല പൊക്കിയപ്പോഴത്തേക്ക് 2ാമത്തെ ഇടിയിലാണ് ആ കുട്ടി ഇടിച്ച് വീണ് കിടന്നിടത്ത് 2ാമത് കയറിയപ്പോഴാണ് ആ കുട്ടി ഈ വിധം അരഞ്ഞു പോയത്.
ഇല്ലെങ്കിൽ ഒരു ആളായിട്ടെങ്കിലും ഒരു ജീവിതമായിട്ടെങ്കിലും ഇവിടെ കിടന്നു പോയനായിരുന്നു. അതുപോലും ചെയ്യാത്ത ഒരാളിനാണ് ഒരു നീതി കൊടുക്കാതെ ഇതേമാതിരി സംരക്ഷിച്ച് ഒളിവിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കാശുണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാം, ഏത് പാവപ്പെട്ടവനെയും കൊല്ലാം. കാശില്ലാത്ത ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്നാണ് ഇത് വന്നിരുന്നെങ്കിൽ അവൻ്റെ കുടുംബവും തുലച്ച് അവരെയും ഇന്ന് ജയിലിലാക്കി എന്തെല്ലാം അവർ ചെയ്യുമായിരുന്നു. ഇപ്പം നിവർത്തികെട്ടവരായിട്ടല്ലേ. ബഹുമാനപ്പെട്ട പോലീസ് അസോസിയേഷൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ കിളിമാനൂർ സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ടിരുന്ന തന്തയില്ലാത്ത പലതന്തയ്ക്കുണ്ടായ ഇതുപോലെ CIമാരെ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ മുനിസിപ്പാലിറ്റി തോട്ടിപ്പണി ചെയ്യുന്ന ആളുകളും കാക്കിയാണ് ഇടുന്നത്. അതെ, നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പണ്ടി വെച്ചിരിക്കുന്ന ഇതുപോലെയുള്ള CI നാറികളും ഈ പൊലയാടി മക്കളും കാക്കിയാണ് ഇടുന്നതെന്ന് ഓർക്കും മുന്നിൽ എനിക്ക് വിഷമമുണ്ട്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുമ്പോൾ ഒരു തുള്ളി കണ്ണീര് വീഴാതെ അത്തെ ആത്മാർത്ഥതയുള്ള മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ഇവിടെ കയറി വരാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും കണ്ണ് നിറഞ്ഞാണ് പറയുന്നത്. ഇത് ഇടിച്ചിട്ട് കൊന്നിട്ട് പോയിട്ടല്ല, ഇടിച്ചിട്ടിട്ട് വീണ്ടും റിവേഴ്സ് എടുത്ത് ഒരു സിനിമയിൽ കാണുന്ന പോലെ ആ മനുഷ്യനെ ഇല്ലാതാക്കി കളയുകയാണ് ചെയ്തത്. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ധരിച്ചു വച്ചിരിക്കുന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സുമാരുണ്ടല്ലോ, ആ നാറികളോടും ചോദിക്കുകയാണ്, എന്തിനായിരുന്നു നട്ടെല്ലും വാരിയെല്ലും ഒടിഞ്ഞ ഒരു മനുഷ്യന് പാരാസെറ്റമോളിന്റെയും ഗ്യാസിന്റെയും ഗുളിക നൽകി നാണം കെട്ട നാരിത്തരം കാണിക്കുന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ ചോദിക്കുകയാണ്, എന്തിനേലും വേറെ പണിക്ക് പൊയ്ക്കൂടെ? പച്ചയ്ക്ക് പറയാൻ വളരെ വിഷമമുണ്ട്. കുട്ടികളൊക്കെ നിൽക്കുന്ന വീടായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ വീണ്ടും പറയുകയാണ്, അതെ, ഈ മരിച്ചിവിടെ കിടക്കുന്ന അവരിപ്പോഴും ഒരു ക്ലോസറ്റ്, അതായത് ബാത്റൂമിൻ്റെ എന്താണത്, സെപ്റ്റി ടാങ്കിന് മുകളിലാണ് അവർക്ക് മരിക്കാൻ അവരെ കത്തിച്ച് കളഞ്ഞത്. നിങ്ങളൊന്ന് ഓർക്കണം. ഇപ്പോഴും അവർക്ക് ഇത് കണ്ടോ, നിങ്ങൾ ശരിക്കൊന്ന് ചിതയൊരുക്കി കത്തിച്ച് വയ്ക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ചിതയിലെ സാധനങ്ങൾ മാറ്റിയിട്ട് അസ്ഥികളെല്ലാം കൂടെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ്. നാളെ സഞ്ചയനമാണ്. ഈ കുഞ്ഞുങ്ങളുടെ ജീവന്, ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിലിന് ആരും മറുപടി പറയുന്നറിയത്തില്ല. ഒരു തുള്ളി അമ്മിഞ്ഞപ്പാൽ കഴിക്കാനില്ലാതെ, ഒരു അമ്മിഞ്ഞപ്പാൽ കുടിക്കാനില്ലാതെ 1.5 വയസ്സിൽ വിരൽ നക്കി വായി വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞ്. അതുപോലെ തന്നെ റിലേ പോയി. ആ പ്രായത്തിൽ റിലേ ഇല്ലാത്തതുകൊണ്ട് ആ കുഞ്ഞ് ആഹാരം കഴിക്കുന്നില്ല. സ്വന്തം അച്ഛനും അമ്മയും ഇല്ല എന്ന് ആ കുഞ്ഞിനെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്തൊക്കെയായാലും നമുക്ക് നീതി കിട്ടും എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? നീതി കിട്ടണം. പാവപ്പെട്ട വീട്ടിലെ കൊച്ചുങ്ങൾക്ക് ഇത് നീതി കിട്ടണം. 1.5 വയസ്സും 5 വയസ്സും ആയ കൊച്ചുങ്ങളാണ്. അവർക്ക് നീതി ഉണ്ടാക്കണം. ഈ സർക്കാർ, കേരളത്തിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു നീതിയില്ലാത്ത പട്ടിപ്പണി കാണിക്കുന്നുള്ളൂ. ചാക്ക് കണക്ക് പണം കൊണ്ട് ഇറക്കിക്കൊണ്ട് അവന്മാർ വാങ്ങിച്ചുകൊണ്ട് കുറ്റവാളികളെ പിടിച്ചില്ല. അതേ സമയത്ത് പാവപ്പെട്ട വീട്ടിലെ ഒരു കൊച്ചാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ വീട് കയറി അവരടിച്ചത്. നമ്മൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ ഈ ജഡമായിട്ട് ചെന്നപ്പോൾ പച്ചത്തെറിയാണ് ഒരു പോലീസ് വിളിച്ചത്. പറയാൻ വയ്യാത്ത ഒരു തെറിയാണ് നിങ്ങളെ വിളിച്ചു, അല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ കുഞ്ഞിന്റെ മുഖം ഒന്ന് നോക്കണം കേട്ടോ. 1.5 വയസ്സേ ഉള്ളൂ. നിങ്ങളുടെ പോലീസ് സേമാൻ രക്ഷിച്ചുകൊണ്ട് 2 പ്രതികൾ മുങ്ങിയിരിക്കുകയാണ്. കുഞ്ഞുവാവെ കേട്ടോ, പാല് കുടിക്കേണ്ട, അമ്മിഞ്ഞപ്പാല് കുടിക്കേണ്ട പ്രായത്തിലാണ് ഈ തന്തയില്ലായ്മ കാണിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുത്തതിന് ശേഷം ഇവിടെ ഇതെടുക്കാൻ മൊഴിയെടുക്കാൻ വരുമെന്ന് പറഞ്ഞ് വരാത്തതുകൊണ്ട് ഒരു ദിവസം മൊത്തം ഇവിടെ അളിയൻ ജീവനോട് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പിറ്റേന്ന് ഞാനും അവിടുത്തെ ഒരു വാർഡ് മെമ്പർ ചേച്ചിയും കൂടെ അവിടെ സ്റ്റേഷനിൽ ചെന്ന് സിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ സിയ പറഞ്ഞത് നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയാണ് പറഞ്ഞത്, ഈ വാഹനം കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഈ കണ്ട ദൃക്സാക്ഷികളും ഈ വീഡിയോകളൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ, അത് വീഡിയോ ഒന്നും നമുക്കറിയത്തില്ല. ദൃക്സാക്ഷികളെ നിങ്ങൾ പറഞ്ഞ ആളിനെയൊക്കെ നമ്മൾ ഇത് കണ്ട പയ്യനെ അവിടെ ഇവർ ഫോണിൽ വിളിച്ചാണ് ഈ മുഖ്യമന്ത്രി ഓഫീസിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ഇവർ ഫോണിൽ വിളിച്ച് അവൻ്റെ അടുത്ത് സംസാരിക്കുന്ന മൊഴിയെടുത്തത്. അപ്പോൾ അവ ഇതേപോലെ കൃത്യമായിട്ട് പറഞ്ഞെന്ന് ഈ വാഹനം തിരിച്ച് റിവേഴ്സ് എടുത്ത് കയറ്റുന്നു. അത് അവങ്ങളൊന്ന് അടിച്ചിട്ട് പോലും വണ്ടി നിർത്താതെ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി അതിനകത്ത് ഓട്ടിച്ചവരെ കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ചെന്നപ്പോൾ സിയ പറയുന്നു അവൻ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞതെന്ന്. പിന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞെന്ന് വാഹനം കയറിയിട്ടില്ല. വാഹനം കയറാത്തതുകൊണ്ട് നമുക്ക് അതിന് കേസെടുക്കാൻ പറ്റില്ല, കേസ് നിലനിൽക്കൂല, അതുകൊണ്ട് ഈ വകുപ്പുകളൊന്നും നിലനിൽക്കൂല എന്നൊക്കെയാണ് സിയ നമ്മുടെ അടുത്ത്. ഞാൻ അവിടെ അടുത്ത് കരഞ്ഞു. അല്ലാതെ എന്നെ കൊണ്ട് വേറെ ഒരു മാർഗ്ഗമില്ല. ഞാൻ വന്നത് അളിയൻ്റെ അടുത്ത് പറഞ്ഞു, അളിയ നമുക്ക് ഇനി നീതിയൊന്നും കിട്ടത്തില്ല, മൊത്തം അളിയനും പോയി. അത് കേട്ടായിരിക്കും. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് പാവപ്പെട്ട തകർന്നു പോയി. ഇവിടെ ആയപ്പോഴത്തേക്ക് എല്ലാം പോയി. ഇവിടെ ആരുണ്ട്, ഇനിയിപ്പം ചെയ്യാൻ പറ്റും നമുക്ക്? എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ആകെയുള്ളത് പ്രിയപ്പെട്ട ജനങ്ങളാണ്. നിങ്ങൾ ഈ വാർത്തകൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇവർ പട്ടിണിയാണെങ്കിൽ കൂടി
ഇവർക്ക് അഭിമാനമുള്ളവരാണ്. ഇവർക്ക് ആകെ ആവശ്യപ്പെടുന്നത്, കേരള സർക്കാരിനോട് അവർ ആവശ്യപ്പെടുന്നത് അവർക്ക് നീതി വേണം. ആ കുഞ്ഞുങ്ങൾക്ക് നീതി വേണം. കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും, മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും നീതി വേണം. അല്ലാതെ കുണത്ര സർക്കാർ, മറ്റോടത്തെ സർക്കാർ, മെഡിക്കൽ കോളേജ് എന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിൽ സത്യമുണ്ട്, വാസ്തവമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടെ നിൽക്കണം. തീർച്ചയായിട്ടും ഇവർക്ക്, ഈ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് മാനമുണ്ട് സർക്കാരെ, പാവപ്പെട്ടവർക്ക് ജീവിതമുണ്ട് സർക്കാരെ, പാവപ്പെട്ടവർക്ക് മക്കളുണ്ട് സർക്കാരെ, അവർക്കും ജീവിക്കണം സർക്കാരെ. അതെ, അതുകൊണ്ടാണല്ലോ സർക്കാരെ ഈ പാവപ്പെട്ടവരുടെ ജനം ഒരു ക്ലോസറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു സെപ്റ്റി ടാങ്കിന്റെ മുകളിൽ അടക്കേണ്ടി വന്നത്. അതാണ് കേരളം. സേഫ്റ്റി ടാങ്കിന്റെ മുകളിൽ ജനം അടക്കേണ്ടി വന്ന സാധാരണക്കാരന്റെ സർക്കാരെ, മാനമുണ്ടോ? മാനമുണ്ടോ? ജൽപ്പനങ്ങൾ ഇങ്ങനെ പലതും പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? വരും, അടുത്ത സർക്കാർ വരും, പിന്നത്തെ സർക്കാർ വരും. ആര് വന്നാലും കോറിന് കുമ്പിളിൽ തന്നെ കഞ്ഞി. ഒന്നും പറയാനില്ല. വീണ്ടും വാർത്തകൾ തുടരട്ടെ, വീണ്ടും അഴിമതികൾ തുടരട്ടെ, വീണ്ടും തന്തയില്ലാത്ത കുട്ടികൾ, തന്തയില്ലാത്ത മക്കൾ ഈ വീട്ടിൽ, ഈ നാട്ടിൽ ഇങ്ങനെ നടക്കട്ടെ. നന്ദി, സ്നേഹം. ട്രൂ ടിവിക്ക് വേണ്ടി സൂരജ് ബാലാക്കാരൻ.